എഫ് സ്ഥാനാർത്ഥി ആരായാലും പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ആലോചിക്കാന്ന് പറയുന്നത്. അങ്ങനെ ഒരു അല്ല, അതൊക്കെ സ്ഥാനാർത്ഥി വരട്ടെന്ന്. സ്ഥാനാർത്ഥിയുടെ ഇവിടെ ആരെങ്കിലും MLA ആക്കാനോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും സ്ഥാനം ഉറപ്പിക്കാനൊന്നും അല്ല ഞാൻ രാജിവെച്ചത്. ഇവിടെ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, ഇവിടെ ഞാൻ എന്തിനാണ് രാജിവെച്ചത്? ഞാൻ ഈ പറഞ്ഞ പൊളിറ്റിക്സിനാണ്. ആ പൊളിറ്റിക്സിന് ഉതകുന്ന കേരളത്തിലെ പ്രത്യേകിച്ച് നിലമ്പൂരിലെ വോട്ടർമാർക്ക് ഒരു എതിർപ്പുമില്ലാത്ത, എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന, എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാവണം. ഒരു മിനിറ്റ് ഒരു സ്ഥാനാർത്ഥിയാവണം. ഇപ്പോഴത്തെ ഇക്വേഷൻ എന്താ? ഞാൻ 2 മാസം മുമ്പ് വെള്ളാപ്പള്ളി നടേശൻ നിലമ്പൂരിൽ വന്ന് മടങ്ങിപ്പോയതിന് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, ഇത് കുളം കലക്കാൻ വന്നാണ്. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ബാക്കി പത്രമാണ്. അല്ലെങ്കിൽ അദ്ദേഹം അങ്ങോട്ട് വരില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സറിഞ്ഞ് പറഞ്ഞതുമല്ല. എനിക്ക് അദ്ദേഹത്തെ അറിയാം. പക്ഷെ അദ്ദേഹം പറഞ്ഞു പോകുന്ന വർഗീയത നമ്മളെല്ലാവരും കണ്ടതാണ്. അത് കഴിഞ്ഞ് 3-ാമത്തെ ദിവസം അദ്ദേഹത്തിന് വെള്ളപൂശിയാണ് സഖാവ് പിണറായി ചെയ്തത്. അപ്പോൾ ഇവിടെ BJPയും RSSും CPMും തമ്മിലുള്ള ബാന്ധവം വരാൻ പോകുന്നു. നിലമ്പൂരിൽ BJPക്ക് സ്ഥാനാർത്ഥി ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞു. ഇന്നലെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ കൂടിയിട്ട് പ്രഷർ ചെയ്താൽ ഒരു പേരിനൊരു സ്ഥാനാർത്ഥിയൊക്കെ ഉണ്ടാവും. വോട്ടെണ്ണുമ്പോൾ വോട്ട് ഉണ്ടാവില്ല. വോട്ട് ഈ പറയുന്ന മറ്റേ പെട്ടിയിലേക്കാണ് പോവുക. ഇതെല്ലാം ആലോചിക്കണ്ടേ? അവിടെ വ്യാപാരി വ്യവസായികൾ വലിയ പ്രതിഷേധത്തിൽ അവർ സ്ഥാനാർത്ഥി നിർത്താൻ പോവുക. നിലമ്പൂരിലെ വ്യാപാരി വ്യവസായി സമൂഹം എന്ന് പറഞ്ഞത് അത്ര മോശപ്പെട്ടവരൊന്നുമില്ല. വലിയ സ്ട്രെങ്ത്തുള്ളവരാ, വലിയ കുടുംബമുണ്ട്, എല്ലാ അങ്ങാടിയിലുണ്ട് കടകൾ, അവിടെയൊക്കെ വ്യാപാരികളുണ്ട്. അവരുടെ പ്രശ്നം ഇതുവരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അവരെന്തിനാണ് സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന് ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല. അവരൊരു അമിക്കബിൾ സെറ്റിൽമെന്റിലേക്ക് അവരുടെ പ്രശ്നം തീർക്കാനുള്ള ചർച്ചകൾ നടന്നിട്ടില്ല. മറുഭാഗം എല്ലാ ആയുധങ്ങളും സ്വാംശീകരിച്ച് 18,000-18,000 വേണ്ട, കറ കടഞ്ഞ 10,000 തൊട്ട് 12,000 വോട്ടുണ്ട് BJPക്ക്. ഈ 12,000 വോട്ട് അങ്ങോട്ടാണ് പോകുന്നത്? ഈ പറയുന്ന CPMന്റെ പെട്ടിയിലേക്കല്ലേ? എന്താ CPM ഇപ്പോഴും സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാത്തത്? CPM ഒക്കെ രാഷ്ട്രീയം വിട്ടല്ലോ, ജാതി മത ഇക്വേഷൻസിന് വേണ്ടി മാത്രം നിൽക്കല്ലേ? UDF ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കട്ടെ, എന്നിട്ട് ഓൻ്റെ ജാതിയും മതവും ഓൻ്റെ അടിസ്ഥാനമൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് വേറൊരു ജാതിയിൽ ഒരുത്തനെ അവിടെ കൊണ്ടു നിർത്താം. അതിനല്ലേ CPM നിൽക്കുന്നത്? എന്ത് രാഷ്ട്രീയം അത്? എവിടെ എത്തി CPM? അല്ല, അതെനിക്കറിയില്ല. എന്ന് കണ്ണ് പലർക്കും കാണുന്നില്ലേ? ഏയ്, ഞാൻ എന്നും തൃപ്തനാണ്. UDF തീരുമാനിച്ചാൽ എനിക്കെന്താ, ഞാൻ എന്ത് ചെയ്യാൻ പറ്റുന്നു? അവർക്ക് തീരുമാനിക്കാൻ. അല്ല, അത് അവരുടെ തീരുമാനം. ഞാൻ UDF അല്ലല്ലോ. UDF തീരുമാനിക്കട്ടെ. അല്ല, എനിക്ക് എന്നും രാഷ്ട്രീയ നിലപാടുണ്ട്. നിലപാടിന്റെ ഭാഗമായിട്ടാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. നിലപാടില്ലെങ്കിൽ എന്തോ ഒരു സുഖാണ്. ഇത്ര ഇങ്ങനെ ഒഴുക്കിനനുസരിച്ച് നീതി കൊടുത്ത പോരെ. അല്ലെ, ആരെയാണ് ഷൗക്കത്ത് എന്നുള്ളത് തീരുമാനിക്കപ്പെട്ടിട്ടില്ലല്ലോ. സ്ഥാനാർത്ഥിയെ പറയട്ടെ, നിങ്ങൾ പറഞ്ഞാൽ മതിയോ? അദ്ദേഹം PV അൻവറിന്റെ പിന്തുണ ഇപ്പൊ നിങ്ങൾക്കില്ലേ? ചായട്ടിയോ? PV അൻവറിന്റെ പിന്തുണ നിങ്ങൾക്കുണ്ട്. അതിലൊന്നും തർക്കമില്ല. ഏതാ ചായ പറയണോ? ചോദിക്കാനുള്ള കാരണം വെച്ചാൽ ആരെയെങ്കിലും MLA ആക്കാൻ രാജിവെച്ചതല്ല എന്നുള്ള പ്രസ്താവന, അത് കുറച്ചുകൂടി അതിന് ആഴമുള്ള പ്രസ്താവനയാണ്. കറക്റ്റ് അല്ലേ? പിണറായിസത്തിനെതിരമാണ് കേരളത്തിലെ ജനത എന്ന വോട്ടിംഗ് പാറ്റേണും വോട്ടുമാണ് നിലമ്പൂരിൽ വരേണ്ടത്. ഞാൻ ആരെങ്കിലും MLA ആക്കാൻ രാജിവെച്ചതല്ല. മത്സരിക്കണമെന്ന് 8 മാസം കഴിഞ്ഞാൽ 140 സീറ്റ് വിടല്ലേ? അവിടെ വന്ന് കുത്തിത്തിരികെ മത്സരിക്കേണ്ട തെരഞ്ഞെടുപ്പ് അല്ലത്. എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നിട്ട് ഈ പിണറായിസത്തെ തകർക്കാൻ വേണം. അവർ സർവ്വശക്തിയും സ്വാംശീകരിക്കുന്നു, BJPയെ പിടിക്കുന്നു, BJP പച്ചയായി ഇറങ്ങുന്നു, എല്ലാ മതസമവാക്യങ്ങളെയും ഉപയോഗപ്പെടുത്തുന്നു. എല്ലാ ഈ 99-98 MLA-മാരും മുഖ്യമന്ത്രിയും കുടുംബസമേതം വന്ന് താമസിച്ച് അവിടെ വോട്ടിന് വേണ്ടി വർക്ക് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് അന്തം വിട്ട ആലോചനകൾ നടക്കുന്നത്. അതേ സൂചിപ്പിച്ചുള്ളൂ. എനിക്കൊരു നിലപാടുണ്ടാവും, ഞാൻ പറഞ്ഞുതരാം. മനസ്സിലായ? അത് ആന്റി പിണറായിസാണ്. ആ ആന്റി പിണറായിസം പിണറായിയെ തോൽപ്പിക്കാനും പിണറായിക്കെതിരെ ഇപ്പൊ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിണറായിക്കെതിരെ ഇവിടെ ഒരു വികാരമുണ്ട് എന്ന് പ്രതിഫലിപ്പിക്കുന്ന പ്രവർത്തനത്തിലേക്ക് ഞാൻ പോണോ പോണ്ടെന്ന് ഞാൻ ആലോചിക്കും.